SBI ക്യാഷ്ബാക്ക് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഓൾറെഡി SBI കാർഡ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടാകും. SBI ക്യാഷ്ബാക്ക് കാർഡിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഏപ്രിൽ 1 മുതൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ്. ഡിവാലുവേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ്ബാക്ക് കാറ്റഗറിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ് ആയിരുന്നു ഈ ഒരു SBI ക്യാഷ്ബാക്ക് കാർഡ്. നമുക്ക് ഓൺലൈൻ സ്പെൻഡിങ്ങിന് മർച്ചന്റ് റെസ്ട്രിക്ഷൻ ഇല്ലാതെ നമുക്ക് 5% ക്യാഷ്ബാക്ക് ഈ ഒരു കാർഡ് ഓഫർ ചെയ്തിരുന്നു. നമുക്ക് ഓൺലൈൻ സ്പെൻഡിങ്ങിന് ക്യാഷ്ബാക്ക് നൽകുന്ന കുറേയധികം കാർഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിലായിരിക്കും നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നത്. ചില കാർഡിൽ നമുക്ക് ആമസോണിലായിരിക്കും മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നത്, ചില കാർഡിൽ ഫ്ലിപ്കാർട്ടിലായിരിക്കും, ചില കാർഡിൽ മിന്ത്രയിലായിരിക്കും, ചില കാർഡിൽ സ്വിഗ്ഗിയിലായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിലായിരിക്കും നമുക്ക് മാക്സിമം ബെനിഫിറ്റ് മിക്ക കാർഡും ഓഫർ ചെയ്യുന്നത്. പക്ഷേ SBI ക്യാഷ്ബാക്ക് കാർഡിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് മർച്ചന്റ് റെസ്ട്രിക്ഷൻ ഇല്ലാതെ എലിജിബിൾ ആയുള്ള എല്ലാ ഓൺലൈൻ സ്പെൻഡിങ്ങിനും നമുക്ക് 5% ക്യാഷ്ബാക്ക് SBI കാർഡ്സ് ഓഫർ ചെയ്തിരുന്നു. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് എലിജിബിൾ ആയുള്ള എല്ലാ ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് 1% ക്യാഷ്ബാക്കും ഈ ഒരു SBI ക്യാഷ്ബാക്ക് കാർഡ് ഓഫർ ചെയ്തിരുന്നു. ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു. നമുക്കൊരു ബില്യൺ സൈക്കിളിൽ മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ്ബാക്ക് എന്ന് പറയുന്നത് നിലവിലും 5000 രൂപയാണ്. ഇതിലാണ് ഏപ്രിൽ 1 മുതൽ മാറ്റം വരുന്നത്. ഈ ഒരു ക്യാപ്പിലും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടീഷനിലേക്ക് മാറ്റം വരികയാണ്. നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഓൺലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് ഏപ്രിൽ 1 മുതൽ മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ്ബാക്ക് എന്ന് പറയുന്നത് 2000 രൂപയാണ്. അതായത് എലിജിബിൾ ആയുള്ള ഓൺലൈൻ മർച്ചൻസിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന 5% ക്യാഷ്ബാക്കിന് ഏപ്രിൽ 1 മുതൽ ഒരു ക്യാപ്പ് വരികയാണ്. മാക്സിമം ഒരു ബില്യൺ സൈക്കിളിൽ 2000 രൂപ വരെ മാത്രമേ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ക്യാഷ്ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പെൻഡിങ്ങിന് ആ ഒരു പർട്ടിക്കുലർ സ്പെൻഡിങ്ങിന് നമുക്ക് ക്യാഷ്ബാക്ക് കിട്ടുകയില്ല. ഇനി ഓഫ്ലൈൻ സ്പെൻഡിങ് ആണെങ്കിൽ 1% ബെനിഫിറ്റാണ് ഈ ഒരു ക്യാഷ്ബാക്ക് കാർഡ് ഓഫർ ചെയ്യുന്നത്. അതിനും ഏപ്രിൽ 1 മുതൽ ഒരു ബില്യൺ സൈക്കിളിൽ മാക്സിമം 2000 രൂപ വരെ മാത്രമേ ക്യാഷ്ബാക്ക് നേടുവാനായിട്ട് സാധിക്കൂ. ആ ഒരു ത്രെഷോൾഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് ക്യാഷ്ബാക്ക് കിട്ടുകയില്ല. അങ്ങനെ മൊത്തം ഒരു ബില്യൺ സൈക്കിളിൽ മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ്ബാക്ക് 4000 എന്ന രീതിയിലാണ് ഏപ്രിൽ 1 മുതൽ മാറ്റം വരുന്നത്. ഓൺലൈൻ സ്പെൻഡിങ്ങിനും ഓഫ്ലൈൻ സ്പെൻഡിങ്ങിനും കൂടി ടോട്ടൽ ക്യാപ്പ് എന്ന് പറയുന്നത് 5000 രൂപയിൽ നിന്നും 4000 രൂപയാക്കി കുറച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കാറ്റഗറി വൈസും ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നതാണ് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്നത്. ഓൺലൈൻ സ്പെൻഡിങ്ങിന് നമുക്കൊരു ബില്യൺ സൈക്കിളിൽ നേടുവാൻ സാധിക്കുന്ന ക്യാഷ്ബാക്കിൻ്റെ ക്യാപ്പ് 2000, ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് 2000 എന്ന രീതിയിൽ സെപ്പറേറ്റ് ക്യാപ്പ് കൊണ്ടുവന്നതാണ് ഒരു വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറിയത്. ചെറിയ രീതിയിൽ സ്പെൻഡിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരെ ഇത് കാര്യമായിട്ട് ബാധിക്കില്ല. കാരണം ആ ഓൺലൈൻ കാറ്റഗറിയിൽ 5% ക്യാഷ്ബാക്ക് അങ്ങനെ മാക്സിമം അവർ പറയുന്ന 2000 രൂപ എന്ന് പറഞ്ഞ ക്യാപ്പ് എക്സീഡ് ആകണമെങ്കിൽ ഒരു ബില്യൺ സൈക്കിളിൽ നമ്മൾ ഓൺലൈൻ കാറ്റഗറിയിൽ 40000 രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ആ ഒരു ലിമിറ്റ് എക്സീഡ് ആവുകയുള്ളൂ. ഇനിയിപ്പോൾ ഓഫ്ലൈൻ കാറ്റഗറിയിലാണെങ്കിൽ ഇനഫ് ആണ്. ഓഫ്ലൈനിൽ 1% ക്യാഷ്ബാക്ക് മാക്സിമം 2000 എന്ന് പറയുന്ന ആ ഒരു ക്യാപ്പ് എക്സീഡ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബില്യൺ സൈക്കിളിൽ നമ്മൾ ഓഫ്ലൈനിൽ നമ്മൾ 2 ലക്ഷം രൂപ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മാത്രമേ ആ 2000 എന്നുള്ള ക്യാപ്പ് എക്സീഡ് ആവുകയുള്ളൂ. സോ ഓഫ്ലൈൻ കാറ്റഗറിയിൽ നമുക്ക് ആ പറഞ്ഞ 2000 രൂപ എന്ന് പറയുന്ന ക്യാപ്പ് ഓൾമോസ്റ്റ് മിക്കവർക്കും ഇനഫാണ്. 2 ലക്ഷം രൂപയ്ക്ക് ഒരു നോർമൽ യൂസർ ഓഫ്ലൈനിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല. ചില പർട്ടിക്കുലർ ഇവൻസിലൊക്കെ മാത്രമായിരിക്കും റെയറായിട്ട് അത്രയും എമൗണ്ടൊക്കെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഓൺലൈൻ കാറ്റഗറിയിൽ ഈ പറഞ്ഞ രീതിയിൽ 40000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡിവാലുവേഷൻ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. കാരണം 40000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ ക്യാഷ്ബാക്ക് ഓൺലൈൻ കാറ്റഗറിയിൽ കിട്ടുകയില്ല. കാരണം 2000 രൂപ എന്ന് പറയുന്ന ക്യാപ്പ് അവിടെ എക്സീഡ് ആയി. സോ നിങ്ങൾ ഈ ഒരു SBI ക്യാഷ്ബാക്ക് കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ കാറ്റഗറിയിൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിക്കുക. 40000 രൂപ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ്ബാക്ക് കിട്ടുകയില്ല. 40000 രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് മാത്രമേ ക്യാഷ്ബാക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് വെറുതെ വേസ്റ്റ് ആയി പോകും. നമുക്ക് വേറെ ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ 40000 രൂപ SBI ക്യാഷ്ബാക്ക് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുക. ബാക്കി എമൗണ്ട് വേറെ ഏതെങ്കിലും കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുക. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് പ്ലാൻ ചെയ്ത് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഡിജിറ്റൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് അതുപോലെ തന്നെ ടോൾസ്, ഗവൺമെൻറ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ഒന്നും ഇനി നമുക്ക് ക്യാഷ്ബാക്ക് കിട്ടുകയില്ല. അതിൻ്റെയൊക്കെ MCC കോഡ്സ് കാണുന്നതാണ്. ഡിജിറ്റൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസിൻ്റെ MCC കോഡ്സ് 7993 7994 5816. ടോൾസ് ആണെങ്കിൽ 4784. പിന്നെ ഗവൺമെൻറ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ 922 9311 9402 എന്നിങ്ങനെയാണ് MCC കോഡ്സ് വരുന്നത്. ഈ SBI ക്യാഷ്ബാക്ക് കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഏപ്രിൽ 1 മുതൽ വരുന്ന മാറ്റം നിങ്ങളെ എഫക്റ്റ് ചെയ്യുമോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി